ഇന്ന് രാവിലെ ഞങ്ങളൊരു 5K റണ്ണിന് വേണ്ടി വോളണ്ടിയർ ചെയ്യാൻ പോയായിരുന്നു. അപ്പം ഈ ഒരു നൈക്കിയുടെ ഷൂ ആണ് ഞാൻ ഇട്ടത്. അങ്ങനെ അവിടെ കുറേ നടക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഷൂ തന്നെ ഇട്ടുകൊണ്ട് പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഞങ്ങളുടെ ഒരു ഫാമിലിയുടെ തന്നെ ഉള്ളൊരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യുന്നതാണ് ഈ 5K റൺ. അങ്ങനെ ഞങ്ങളവിടെ വന്നു. ഒരു റിവറിൻ്റെ സൈഡിലാണ് ഈ 5K റണ്ണ്. 5K റണ്ണും 10K റണ്ണും ഉണ്ട്. അപ്പം അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്, നല്ലപോലെ കാണാനൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് നേരമൊക്കെ അവിടെ എന്താ പറയുക, രജിസ്ട്രേഷനൊക്കെ ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആൾക്കാരെല്ലാം ഇൻക്ലൂഡ് ചെയ്തു. എല്ലാവരെയും പിന്നെ രജിസ്റ്റർ എല്ലാം ചെയ്തു. അതെല്ലാം ഒരു പകുതിയോളം ദിവസം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഷോപ്പിങ്ങിനെല്ലാം പോയി. ഇതൊരു ഡോളർ സ്റ്റോറാണ്. ഇവിടെ എല്ലാം നേരത്തെ എല്ലാം $1 അപ്പം ഇൻഫ്ലേഷനൊക്കെ കൂടിയതുകൊണ്ട് ഡോളറിന് മാറി ഇച്ചിരി വില കൂടി കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം കുഞ്ഞിൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. ഇന്ത്യൻ ഫുഡാണ് ഓർഡർ ചെയ്തിരുന്നത്. മട്ടൻ ബിരിയാണിയും ചിക്കൻ 65, കട്ട്ലറ്റ്, പിന്നെ റൈത്ത, പപ്പടം. അങ്ങനെ പിന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ടിരമസു ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. സാധാരണ കേക്ക് ഇവിടെ ഓർഡർ ചെയ്യുമ്പോഴത്തേനും അതെപ്പോഴും മിച്ചം വരാറാണ്. അപ്പോൾ ടിരമസു എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അത് ഓർഡർ ചെയ്തു. ആര് കേക്ക് കട്ട് ചെയ്യുമെന്നുള്ള ഒരു കൺഫ്യൂഷനാണ് ഇവിടെ. അങ്ങനെ അവൾക്കൊരു ഹാപ്പി ബർത്ത്ഡേ എന്താ പറയുക, ഹെഡ് ബാൻഡൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അപ്പം മോൾക്ക് 8 വയസ്സായി. അവളാണ് ഞങ്ങളുടെ ഇളയ കുഞ്ഞ്. അപ്പം അവൾ കേക്കെല്ലാം കട്ട് ചെയ്തു, എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ ഒരു നല്ലൊരു ദിവസമായിരുന്നു. ഫുൾ ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. പക്ഷേ എന്താ പറയുക, ഇന്ന് കുറേ നല്ല ഓർമ്മകളും സെലിബ്രേഷൻസും ഫാമിലി ടൈമുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ പോയി. അപ്പം വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ഗിവ് അവേ ഇപ്പോഴും റണ്ണിങ് ആണ്. സോ എല്ലാവരും ആ ഗിവ് അവേ വീഡിയോസിൻ്റെ താഴെ പോയി കമൻറ്റ് ചെയ്യുക. സീ യു ലേറ്റർ.